ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ടൂറിസം മേഖലയുടെ വികസനത്തിനും മുൻഗണന നൽകുമെന്ന് ചേലക്കര നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. തിരുവല്ലോമലയിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര നിയോജകമണ്ഡലത്തിലെ സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലുള്ള വിദഗ്ധരായ ആളുകളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഒരു വലിയ വികസന സ്വപ്നത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ഒരു പദ്ധതി നമ്മുടെ മനസ്സിനകത്തുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികളുമായി പാക്കേജുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഇവിടെ അതിരൂക്ഷമായ ഇപ്പോൾ വേനലാണ്. ചുറ്റും ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളാണ് നമ്മുടെ സമീപ പഞ്ചായത്തുകളുള്ളത്. കാലാകാലങ്ങളായി കഴിഞ്ഞ 30 വർഷമായി ഒരേ വർഷത്തിലെ ഒരേ മുന്നണികൾ ഭരിച്ച് MLAയും മന്ത്രിയുമായിരുന്ന ജനപ്രതിനിധികൾ അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള കാര്യങ്ങളിൽ പോലും പരിഗണന കൊടുക്കാത്ത മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയുള്ള പദ്ധതികളും മാസ്റ്റർ പ്ലാനുകളുമായി നമ്മൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവിടെ കാർഷിക മേഖലയ്ക്ക് വലിയ ഊന്നൽ നൽകുന്ന ഒരു നിയോജകമണ്ഡലമാണ് ചേലക്കര. കർഷകരായ നമ്മുടെ ആളുകൾ അവരുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ആ വിളവെടുപ്പിന് വേണ്ടത്ര രീതിയിൽ അവരുടെ വിള ചെയ്തതിൻ്റെ അതിൻ്റെ വേതനം അല്ലെങ്കിൽ അതിൻ്റെ കൂലി ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഖേദകരമായ അവസ്ഥയാണ്. ചേലക്കരയുടെ സമഗ്ര വികസനമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മണ്ഡലം നേരിടുന്ന വികസന മുരടിപ്പിന് ശാശ്വത പരിഹാരം കാണാൻ ഇത്തവണ UDFന്റെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവല്ലോമലയിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള പദ്ധതികൾക്കും ടൂറിസം വികസനത്തിനും തന്റെ കർമ്മ പദ്ധതിയിൽ പ്രത്യേക മുൻഗണന ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF ഒറ്റക്കെട്ടായാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരികെ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണി. പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി നൂതനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. തന്നെ ചേലക്കരയുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ വലിയ തോതിൽ അവിടെ സ്റ്റാഫിൻ്റെ കുറവും അതോടൊപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ ഒരു മെല്ലെ പോക്കിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനെല്ലാം തന്നെ സ്റ്റാഫിന് പാറ്റേണൊക്കെ നികത്തിക്കൊണ്ട് അവിടെ അതിൻ്റെ നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് ഹോസ്പിറ്റലിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രോഗികൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള രോഗികളൊക്കെ വളരെ അടിയന്തര സാഹചര്യം നേരിടുന്ന ഘട്ടത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം തന്നെ ഒരു വലിയ പരിഹാരം നേടുന്ന കാര്യത്തിൽ പരിഗണന കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ യുവാക്കൾ വളരെയധികം ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ പഠിച്ച് വളർന്ന് ജോലിയില്ലാത്ത ആളുകൾ നിരവധിയുണ്ട്. അതേപോലെ തന്നെ ചെറുപ്പക്കാരാളുകൾ സംരംഭം നൽകുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും ഒന്നും രൂപകൽപ്പന ചെയ്തിട്ടില്ല. അതിനൊക്കെ വലിയ ഒരു പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കർഷകരായ അവരുടെ വിഷയത്തിൽ ഒന്നുകൂടി പറയുന്നു. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം, ആക്രമണം മൂലം ആളുകൾക്ക് അടക്കം ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ഫെൻസിങ് അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് പോലെയുള്ള നടപടികൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളിൽ ഇടപെടലുകൾ വളരെ കുറവാണ് എന്നുള്ളതും ഇത് വളരെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദഗ്ധരുമായും ആലോചിച്ചും ജനപ്രതികളും ഇവിടുത്തെ വോട്ടർമാരോടെല്ലാം
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും മാസ്റ്റർ പ്ലാനുകൾക്കുമാണ് നമ്മൾ വലിയ പരിഗണന കൊടുക്കുക. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായ PM മനീഷ്, സുലൈമാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.